ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേട്ടാൽ ഇങ്ങനെ തള്ളവിരൽ ചുംബിച്ച് കണ്ണിൽ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആറാമത്തെ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രായമുള്ളവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മനുഷ്യന്മാരെ നിങ്ങളൊരു മറുപടി പറയും, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ സമിഅ ഇസ്മി ഫിൽ അദാൻ, ബാങ്കിൽ ഒരാൾ എൻ്റെ പേര് കേട്ടാൽ ഫഖബ്ബല ളുഫ്റൈ ഇബ്ഹാമൈ, അവന്റെ കൈയിന്റെ നഖത്തിൽ ചുംബിക്കുകയും ചെയ്താൽ ഫമസഹ അലാ ഐനൈ, കണ്ണുകളിൽ അത് തടവുകയും ചെയ്താൽ പിന്നെ അവന്റെ കണ്ണ് പൂർണ്ണമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ പറയാണ്, അങ്ങനെ ചുംബിക്കുമ്പോ ചെല്ലണം, മർഹബാ മർഹബൻ ബിഹബീബി ഖുർറത ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ചുംബിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ തള്ളവിരലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് കണ്ടു. ഇവിടെ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ വിരൽ ഉയർത്താറില്ലേ? ആന്ന് പറയ്. ഈ വിരലാണോ ഉയർത്തുന്നത്? ഈ വിരലാണോ? ചൂണ്ടുവിരലല്ലേ? അപ്പൊ ലോകത്തെ എല്ലായിടത്തും ചൂണ്ടുവിരലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മദ്രസയിൽ ഉസ്താദ്മാരോട് ചോദിച്ചോ, എന്തിനാണ് ഇപ്പൊ ഈ വിരൽ ഉയർത്തുന്നത് അത്തയ്യാത്തില്? ചില ആൾക്കാർ ഇങ്ങനെ ആട്ടുട്ടോ. അത്തരം തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ പോയവരൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഷാഫി മദ്ഹബ് പ്രകാരം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി 3 തവണ ആടിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഷാഫി മദ്ഹബാണ് ഞാൻ പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വേറെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ മക്കത്ത് പോയി അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാട്ടരുത്. അവിടെ പല മദ്ഹബും ഉണ്ടാവും. പക്ഷെ കൊല്ലത്തുനിന്ന് പോയിട്ട് ഒരാൾ ഗൾഫിൽ പോയി, ഇവിടെയൊക്കെ ഭയങ്കര മൗലൂദും സലാത്തൊക്കെ ചൊല്ലിയ ഒരാൾ എല്ലാം ഗൾഫിലൊന്ന് പോയി തിരിച്ചു വന്നപ്പോൾ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ അവൻ്റെ പരിപാടി തീർന്നു. അതുപോട്ടെ, അത്തരം വിവാദങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആളെന്ന് നിൽക്കാൻ പറയട്ടെ. ഈ വിരൽ എന്തിനാണ് പൊക്കണത്? അതിന് മറുപടി പറഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് വരും. ആദ്യത്തെ ഗിഫ്റ്റ് കമ്പനിക്ക് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. എന്തിനാണ്? വെറുതെ ഒരു ചരിത്രം കേട്ടിരുന്ന പോരല്ലേ, നമ്മൾ കുറേ സംഭവങ്ങളും മസലുകൾ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഈ വരല്? നിങ്ങൾ ഗിഫ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ മറുപടി പറയല്ലേ? പറയില്ല. എന്തിനടിച്ചിരിക്കണ്? വാങ്ങിത്തരുന്നുണ്ടോ? ഹബീബിങ്ങളെ നഖം വെട്ടൽ സുന്നത്താണല്ലേ? അത് ദക്ഷിണ കേരളത്തിലും മലബാറിലും സുന്നത്താണ്. പക്ഷെ നമ്മുടെ ഉമ്മമാര് തള്ളവിരൽ മുതലാണ് നഖം വെട്ടാറുള്ളത്. കുട്ടികൾക്ക് നഖം വെട്ടിക്കൊടുക്കുമ്പോ തള്ളവിരൽ മുതലാണ് നഖം വെട്ടിക്കൊടുക്കുന്നത്. സുന്നത്തിന്റെ കൂലിയില്ല. ഹജ്ജിനും ഉംറക്കും പോയവരല്ലേ നിങ്ങൾ? നഖം മുറിക്കൽ സുന്നത്തല്ലേ? നിങ്ങൾ നഖം മുറിച്ചില്ലേ? ആ ചപ്ലാങ്കൊട്ട കൊണ്ട് നഖം മുറിക്കുമ്പോ നിങ്ങൾ ആദ്യം തള്ളവിരലല്ലേ മുറിക്കുന്നത്? സുന്നത്തില്ല. അള്ളാന്റെ ദീന് പറയുന്നത്, മദ്രസയിലെ പുസ്തകത്തിൽ പറയുന്നത്, അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സുന്നി ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, കേരളത്തിലെ പ്രശസ്തമായ 4 സുന്നി സംഘടനകളുടെ വിദ്യാഭ്യാസ ബോർഡാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പഠിപ്പിക്കുന്നത് വലത്തേ കൈയിന്റെ ചൂണ്ടുവിരലിലെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ? ഹബീബിങ്ങളെ, അവിടെയുമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂർ. ആ പ്രകാശത്തിന് ഈ വിരലുമായി ഒരു കണക്ടിവിറ്റി ഉണ്ട്. 6 ചോദ്യം ചോദിച്ച് നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയാതെ പോകുന്നത്. അപ്പൊ റസൂലുള്ള വെളിച്ചമാണ്. അങ്ങനെ ഫീ സുൽബി ആദമ ഇലൽ അർള് ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം മിനൽ അർള്, ആദം നബി അല്ലാഹു പടച്ചപ്പോൾ എൻ്റെ വെളിച്ചത്തെ, മുഹമ്മദീയ പ്രകാശത്തെ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു ഭൂമിയിൽ ഇറക്കുകയാണ്.
ഫീ സുൽബിൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീയിലിടുമ്പോൾ ഞാൻ ഇബ്രാഹിമിന്റെ മുതുകിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഇബ്രാഹിമിനെ തീ തൊടും അലൈഹിസ്സലാം? ഇബ്രാഹിം നബിയെ തീന് തൊടാൻ പറ്റാത്തത് മുഹമ്മദീയ പ്രകാശമിരിക്കുന്ന ഒരാളെ തൊടാൻ തീന് കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, അത് പ്രവാചകനെ സ്നേഹിച്ചവരെ വരെ തൊടാൻ തീന് കഴിയില്ല മുഅ്മിനീങ്ങളെ? അപ്പൊ നിങ്ങളോട് പറയും, എന്നാ പിന്നെ നമുക്ക് അടുപ്പിലൊന്ന് പോയി കൈ വെച്ച് നോക്കാം. കത്തി അങ്ങോട്ട് പോകും. കാരണം നമ്മൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഒരോളത്തിലുള്ള സ്നേഹമാണ്. ഉമർ തങ്ങളുടെ ആ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് വന്ന വേളയിൽ, സഹാബിയല്ല കേട്ടോ, റസൂലുള്ളാഹിനെ വല്ലാതെ പ്രണയിച്ച ഒരാൾ. അപ്പൊ മുസൈലിമ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നബി, എന്നെ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. തീയിലേക്ക് പിടിച്ചിട്ടു, അദ്ദേഹത്തെ തീയിലേക്ക് പിടിച്ചിട്ടു. അബൂ മൂസൽ ഖൗലാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീയിലിരുന്ന് സ്വലാത്ത് ചൊല്ലി വിശ്വസിക്കുമോ നിങ്ങള്? ഒരു രോമം പോലും കരിയാതെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് പുറത്തു കടന്നു അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഈ വിവരം മദീനയിലെത്തി. ഉമർ തങ്ങൾ കത്തെഴുതുകയാണ്, അബൂബക്കറാണ് ഖലീഫ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കത്തെഴുതി, അബൂ മൂസ മദീനയിലേക്കൊന്നു വരണേ, നിങ്ങളെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ടേ. അബൂ മൂസ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുമ്പോ, ഹബീബിങ്ങളെ, മദീന ഹറമിന്റെ അതിർത്തിയിൽ പോയി മദീനയുടെ ഖലീഫയായ അബൂബക്കറോ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ പോയി നിന്നു. ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ല വരുന്നത്, ഒരു സഹാബി പോലുമല്ല, പ്രവാചകനല്ല, ഒരു മനുഷ്യൻ വരികയാണ്. കാത്തു നിന്നു, കൊണ്ടുവന്നു മദീന പള്ളിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും നടുവിൽ ഇരുത്തി. എന്നിട്ട് അബൂ മൂസയോട് ഉമർ തങ്ങൾ പറയാണ്, ഞാൻ കുറെ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയാണ്. അല്ലാഹുമ്മ ലം തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഉമ്മത്ത് മുഹമ്മദിലെ ഒരാൾ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോ മുഹമ്മദ് നബിയുടെ ഒരു ഉമ്മത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ കണ്ടു. കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹാബിയല്ല, പ്രവാചകനല്ല. ഒറ്റ മഹത്വം അദ്ദേഹത്തിനുള്ളൂ, മഹബ്ബത്തുർ റസൂൽ. അപ്പൊ നബിയെ സ്നേഹിച്ച ആളെ പോലും തീന് തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നബിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് തീരെ തൊടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തു ഷരീഫയുമായി ബന്ധപ്പെട്ട ഒന്നിനെ പോലും തീന് തൊടാൻ പറ്റില്ല. അത് ബഅദ വഫാത്തി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പോലും ഹബീബിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നിനെ തൊടാൻ തീന് പറ്റില്ല. അല്ലാഹു അഅലം. ഹബീബിങ്ങളെ, അപ്പൊ ഇബ്രാഹിം നബിയുടെ മുതുകിൽ മുഹമ്മദ് നബിയുണ്ട്. ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ മുതുകിൽ മുസ്തഫ നബിയുണ്ട്. പ്രളയത്തിന്റെ വേളയിൽ നോക്കൂ, ഈ കുട്ടികളൊക്കെ മദ്രസയെ പഠിച്ചത് 520 ഏപ്രിൽ 21 തിങ്കളാഴ്ച ദിവസം അല്ലേ റസൂലുള്ളാഹി ജനിച്ചു എന്നല്ലേ കേട്ടത്? അല്ലേന്ന്? അല്ലേ? അത് റസൂലുള്ളാഹി ശാരീരികമായി വന്നത് മാത്രമാണ്. റസൂലുള്ളാഹി അപ്പോഴൊന്നും അല്ല വന്നത്. ഈ മനുഷ്യവംശത്തെ പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെ ഒഴുകി 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 വലൻ യസൽ യൻകുലിനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൻ സകിയത്തി ത്വാഹിറ ഹത്താ
أخرجني الله من بين أبوي ولن يلتقي على سفاح قط صلى الله على محمد. നൂറ്റാണ്ടുകളിലൂടെ അവിരാമമായ പ്രവാഹമായി അനസ്യൂതമായ ഒഴുക്കായി എൻ്റെ നബി ഒഴുകി 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 അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മുതുകിൽ എത്തിച്ചേരുന്നു. ഒരു റജബ് മാസത്തിൽ ഒരു വ്യാഴാഴ്ച രാത്രി വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ച രാത്രി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹ് ഇലാ ബത്നി ആമിന. ആമിനാബിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുള്ളയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എത്തി. നോക്കൂട്ടോ, ഈ അബ്ദുള്ള പണ്ട് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ സ്ത്രീകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറയും, മൗത്ത് ടു മൗത്ത് മെസ്സേജ് പാസ് ചെയ്യും. അന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റ ഇല്ല. അതുകൊണ്ട് പറയും, ദോ അബ്ദുള്ള വരുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി നിന്ന് നോക്കും. അത്രക്ക് ഭംഗിയായിരുന്നു അബ്ദുള്ളയെ കാണാൻ. പല ആളുകളും വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം കല്യാണം പിറ്റേന്ന് നടക്കാനിറങ്ങിയ അബ്ദുള്ളയെ കണ്ട് പെണ്ണുങ്ങളെല്ലാം വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. കാരണം ഭംഗി പോയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ പ്രകാശം ആമിന ബിവിയിൽ എത്തിച്ചേർന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ്. ഈ രാത്രി കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഐഷ ബീവി പറഞ്ഞു, സലീഖ ബീവിയുടെ അനുയായികളായ പെണ്ണുങ്ങൾ മിസ്റില് യൂസുഫിനെ കണ്ടിട്ട് വിരലാണ് മുറിച്ചു കളഞ്ഞതെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം എൻ്റെ ഹബീബായ മുസ്തഫ നബിയെ കണ്ടിരുന്നുവെങ്കിൽ മൻറാ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി. അങ്ങനെ നമ്മൾ മൗലൂദിൽ പാടാറുണ്ട്, ഹൃദയത്തിൽ കത്തിയിറക്കി അവർ മരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹാ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ രാത്രിയിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു ഹബീബിങ്ങളെ. അതൊരു ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. ഒരു ക്രഷ് മാത്രം പോരെ, ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. എനിക്ക് നബിയെ കാണണമെന്ന ഉത്കണ്ഠമായ ഒരു ആഗ്രഹത്തിൽ പെട്ടയണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കാറുണ്ട്, പക്ഷെ ഇവിടെ അതൊക്കെ വിട്ടുപോവുകയാണ്. അത്രക്ക് ഭംഗിയാണ് മുഹമ്മദ് മുസ്തഫ. ഇതിൽ മദീനയിൽ പോയവരൊന്ന് കൈവന്തിച്ചാണ്. മദീനത്ത് പോയവർ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മദീനയിൽ പോയാൽ നല്ല ശ്രദ്ധയോടെ കേട്ടോളൂ കേട്ടോ. മദീനയിൽ പോയാൽ റെക്കോർഡ് ചെയ്തിട്ട്, ഇനി പറയണ റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വേഗം പോകത്ത് റെക്കോർഡ് ചെയ്യും, പറയേണ്ടതെന്നില്ല. മദീനയിൽ പോയാൽ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. മസ്ജിദ് അബൂദർ ലിഫാർ. നിങ്ങൾ കൈ പൊക്കിയ ഒരു സമീപകാലത്താണ് മദീനയിൽ പോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്ജിദ് അബൂദർ ലിഫാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടാരെങ്കിലും കൈ വെക്ക്. അവിടെ മസ്ജിദുൽ ഗമാമയുണ്ട്, മസ്ജിദുൽ ജുമുഅയുണ്ട്, മസ്ജിദുൽ ഖുബയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈനി ഉണ്ട്, മസ്ജിദുൽ ഫതഹ് ഉണ്ട്, മസ്ജിദ് സൽമാൻ ഉണ്ട്, മസ്ജിദ് ബിലാൽ ഉണ്ട്, മസ്ജിദ് ഇമാം ബുഖാരി ഉണ്ട്, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് അലി, മസ്ജിദുൽ ജുമുഅ, ഇങ്ങനെയുള്ള പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണും. മസ്ജിദ് അബൂദർ ലിഫാർ മദീന പള്ളിയുടെ മുൻവശത്താണ്, പിറകുവശത്താണ്. അതായത് മുൻവശത്തല്ലേ ഖിബ്ല, അപ്പോൾ പിൻവശത്താണ്. ഒരു 500 മീറ്റർ നിങ്ങൾ പിറകിലേക്ക് പോയാൽ അവിടെ മസ്ജിദ് അബൂദർ ലിഫാരി എന്ന് പറയുന്ന പള്ളി കാണും. ഇന്നത്തെ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ്. ഇന്നത്തെ ബർമ ഹോൾസെയിൽ മാർക്കറ്റിന്റെ സമീപത്താണ്. അവിടെ മദീന ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഹോട്ടലുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ പള്ളി ഇനി പൊളിക്കുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ വർഷം വരെ പൊളിച്ചിട്ടില്ല. അവിടെ ഒന്ന് പോകണം ഇൻഷാ അല്ലാഹ്. പറയും
പടച്ചോനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞവർക്ക് മാത്രം അവിടെ പോകാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മാത്രമേ പോവുള്ളൂ. കാരണം ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് പറയും. ഒരു പണി നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കുറേ നേരമായി കരുതിയിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പോകാനൊക്കെ പറ്റും കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. പൈസ ഇല്ലെങ്കിലും അല്ലാഹ് നിങ്ങളവിടെ എത്തിക്കട്ടെ, എല്ലാവരും എത്തിക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറയും നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്തും. അപ്പൊ ഈ പള്ളിയിൽ പോയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോണതിന്റെ മുമ്പ് ഒരു സമ്മാനം തരണല്ലോ, അതുകൊണ്ട് പറയാം. അവിടെ അല്ലാന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാന്റെ റസൂലിനോട് പറയണം, പടച്ചോനോട് പറയണം, അല്ലാ എനിക്ക് സലാത്തിന്റെ ഇജാസ തരണം റബ്ബേ. ഇവിടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. വയസ്സായവർക്ക് ഇങ്ങനെ മനസ്സിലായിണ്ടാവും. അതായത് ഒരു മഹാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ദിക്റിനൊക്കെ ഒരു ഇജാസത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെല്ലുന്നതിനേക്കാൾ അതിൽ പവർഫുള്ളായിരിക്കും. അത് ഇഫക്റ്റീവായിരിക്കും. റൈറ്റ്. ഇപ്പോൾ ഹദ്ദാദ് പരമ്പരാഗതമായി ചെല്ലി വരുന്ന ഒന്നാണ്. അപ്പോൾ ഹബീബിങ്ങളെ, സലാത്തിന് അങ്ങനെ ഇജാസത്തിൻ്റെ സമ്മതത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ സംശയത്തിന് 2 സംശയമുണ്ട്. ഒന്നാമത്തെ സംശയത്തിന് മറുപടി, സലാത്ത് വെറുതെ ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമൽ സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. എല്ലാ അമലും സ്വീകരിക്കണേ നിയ്യത്ത് വേണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നതിന് ചരിത്രം കേട്ടു അല്ലെങ്കിൽ പ്രവാചക സ്നേഹം ഉൾക്കൊണ്ടു എന്നതിനപ്പുറം ഒരു ഇൽമ് കേട്ടതിന്റെ പ്രതിഫലം കിട്ടണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പടച്ചോനെ ഞാൻ ഇൽമിന്റെ മജ്ലിസിലിരിക്കുന്നു, നേരത്തെ ഉസ്താദ് പ്രസംഗിക്ക് പറഞ്ഞില്ലേ മജ്ലിസുൽ ഇൽമിനെ കുറിച്ച്, ആ പ്രതിഫലം ഇപ്പോഴും നിങ്ങളുടെ റെക്കോർഡിൽ മൈന്യൂട്ട് സെക്കൻഡിൽ വിതിൻ സെക്കൻഡ്സ് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. അമൽ വെച്ചിരുന്നുവെങ്കിൽ എല്ലാ അമലിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പള്ളിയിൽ കയറിയിട്ട് വെറുതെ ഒരാളിരുന്ന കൂലി കിട്ടൊന്നുമില്ല. നവൈത്തുൽ ഇത്തികാഫ ഫി ഹാദൽ മസ്ജിദില്ല എന്ന് ഇത്തികാഫിന് നിയ്യത്ത് വെക്കണം. എന്നാൽ സലാത്തിന് അങ്ങനെ ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ല. ചുമ്മാ ചെല്ലിയാലും അവിടെ ഇങ്ങനെ ബിരിയാണി പൊതി കൊടുക്കുന്നുണ്ട്, എന്നാ പിന്നെ സലാത്ത് മജ്ലിസിൽ കുറച്ചേരം ഇരിക്കാന്ന് കരുതി ഇരുന്ന് ചെല്ലിയാൽ പോലും പ്രതിഫലം കിട്ടും. അങ്ങനത്തെ ഒരു സലാത്തിന് എന്തിനാണ് ബഷീർ ഫൈസി ഇജാസത്ത് വേണമെന്ന് പറഞ്ഞെന്നൊരു സംശയം ഞാൻ ദൂരീകരിച്ചു തരികയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, റൗളയിൽ ചോദിച്ചാൽ പോരെ, എന്തിനാണ് ആ പള്ളി, എന്തിനാണ് റൗളയിലല്ലേ റസൂലുള്ള ഉള്ളത്? അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഒന്ന്, ആ പള്ളിക്ക് 7 പേരുകളുണ്ട്. ഒന്ന് മസ്ജിദുൽ ആയ, 2 മസ്ജിദുൽ ഇജാബ. ഇജാബ എന്ന് പറഞ്ഞ പേരിൽ വേറെയും പള്ളി ഉണ്ട് അവിടെ, അതല്ല. 3 മസ്ജിദുസ് സജദ, 4 മസ്ജിദുസ് സുജൂദ്, 5 മസ്ജിദുസ് ശുക്ർ, 6 മസ്ജിദു അബൂദറിൽ ഗിഫാർ, 7 മസ്ജിദുസ് സലാത്ത്. ഇങ്ങനെ 7 പേരുകളുള്ള പള്ളിയാണ് മദീനയിലെ മസ്ജിദ് അബൂദർ ഗിഫാർ. ഒരു പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇൽമ കിട്ടണം, മനസ്സിന് കുളിരുണ്ടാകണം, മദീനയോട് പ്രണയം തോന്നണം. അതല്ലാതെ 2 മണിക്കൂർ ഒരു ഗംഭീര പ്രസംഗമാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് എന്താ കാര്യം? മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ 9 തൂണ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടാവും. 9 തൂണിന്റെ കഥ പറഞ്ഞാൽ മദീനയിൽ എത്തിയാൽ നമ്മുടെ മനസ്സ് പൊട്ടും. പക്ഷെ സമയക്കുറവുണ്ട്, അത് പറഞ്ഞില്ല. ഇപ്പൊ ഇതാ ഞാൻ പള്ളികളുടെ പേരിൽ മസ്ജിദ് അബൂദർ ഗിഫാരിയുടെ 7 പേര് പറഞ്ഞു. എന്താണ് അതിന്റെ മഹത്വം? ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് ആ പള്ളിയുടെ അവിടെ അള്ളാഹുവിന്റെ റസൂൽ നിൽക്കുന്ന വേളയിലാണ്. അന്നാ പള്ളി ഇല്ല കേട്ടോ, അന്നാ പള്ളിയില്ല. എന്താണ് ആ ആയത്തിൽ? നിശ്ചയം അള്ളാഹു പ്രവാചകർക്ക് ഗുണം ചെയ്യുന്നു, മലക്കുകൾ ഈ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന കൽപ്പനയുള്ള ആയത്താണത്.
ഈ ആയത്ത് കേട്ടപ്പോൾ സുജൂദിൽ വീണു. വബക്കാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹു സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. സുജൂദിൽ വീണു ശുക്രിന്റെ സുജൂദ് ചെയ്തു പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ് മസ്ജിദു ശുക്ർ എന്ന പേര്. ആ സലാത്തിന്റെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് മസ്ജിദു സലാത്ത് എന്ന പേര്. സുജൂദ് ചെയ്തത് കൊണ്ടാണ് മസ്ജിദു സജദ എന്ന പേര്. അവിടെ ഉത്തരം കിട്ടുന്ന പള്ളിയായത് കൊണ്ടാണ് മസ്ജിദുൽ ഇജാബ എന്ന പേര്. അങ്ങനെ ഓരോ പേരിനും വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പറയണേ മുഅ്മിനേ, ഒന്ന് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയേ. ഈ കുട്ടികൾ മാത്രം, എല്ലാവരും ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾക്ക് അവിടെ പോകാൻ അവസരം ഉണ്ടായാൽ ഞങ്ങളവിടെ 5 മിനിറ്റ് കൊണ്ട് തീരില്ലേ? അല്ലാഹുവേ, എനിക്ക് ഹബീബിന്റെ പേരുള്ള സലാത്തിന്റെ ഇജാസത്ത് ലഭിക്കണം എന്ന് പറയാൻ 5 മിനിറ്റ് അല്ലേ വേണ്ടൂ? 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം പോരെ? ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് മുഅ്മിനേ, ഹബീബേ ഹജ്ജിനാണ് പോയതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മദീന വിടുന്നതിന്റെ മുമ്പേ ഫിൽ യഖ്ളതി ഔ ഫിൽ മനാം, സ്വപ്നത്തിലോ ഉണർച്ചയിലോ അല്ലാഹുവിന്റെ റസൂൽ വന്ന് നിങ്ങൾക്ക് സമ്മതം തരും. അതില്ലാതെ നിങ്ങൾ മദീന വിടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പറ്റുകയും ചെയ്തോളൂ. സാധ്യത വളരെ 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 കുറവാണെന്ന് എനിക്ക് സദസ്സിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. മദീന അത്രമേൽ മനോഹരമായ ഒരു പട്ടണമല്ല. ഭൂമിശാസ്ത്രപരമായി അത്ര ഭംഗിയൊന്നും മദീനക്കില്ല. നിങ്ങൾ പലരും യാത്ര ചെയ്തവരാണ്. ഒഴിവ് ദിനങ്ങളിൽ ഈ പ്രപഞ്ചത്തിന്റെ മനോഹരിത തേടി യാത്ര പോകുന്നവരാണ് പലപ്പോഴും. ഇന്ത്യയിലെ മഞ്ഞു പൊഴിയുന്ന താഴ്വാരമായ ദാൽ നദിയുടെ തീരത്തൊരു കലാകാരൻ വരച്ചിട്ട വാങ്മയ ചിത്രം പോലെ ചന്തചാരുതയുള്ള കശ്മീരിനെ പോലെ മദീനക്കൊരു ഭംഗിയും ഇല്ല. പതിരാത്രിയിൽ നിയോൺ ബൾബുകളുടെ പ്രകാശ പ്രളയത്തിൽ കുളിച്ചു നിൽക്കുന്ന ന്യൂയോർക്ക് സിറ്റിയെ പോലെ മദീനയുടെ രാവുകൾക്ക് ഒരു ഭംഗിയും ഇല്ല. പിന്നെയും എന്തിനാണ് ഹൃദയത്തിൽ പ്രണയത്തിന്റെ ഹുബിന്റെ ഇഷ്കിന്റെ ചിറകു തുന്നിയ ആശിഖീങ്ങൾ ഈ ഭൂമിയുടെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇലൽ മദീന അൽ മുനവ്വറ, എന്തിനാണ് അങ്ങോട്ടിങ്ങനെ പോകുന്നത്? ആ പച്ചമിനാരമാണോ ജനങ്ങളെ ഇങ്ങനെ ആകർഷിക്കുന്നത്? വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന് ശേഷവും മധു തേടുന്ന ചിത്രശലഭങ്ങളെ പോലെ മദീനയിലേക്ക് എന്തിനാ മനുഷ്യരിങ്ങനെ പോകുന്നത്? ആ പച്ചക്കുപ്പ അത്രയൊന്നും ഭംഗിയില്ലല്ലോ, ഭൗതികമായ ഭംഗിയില്ല. അതിനേക്കാൾ എത്ര മനോഹരമാണ് തുർക്കിയിലെ ഇസ്തംബൂളിലെ ജുമാ മസ്ജിദിന്റെ മിനാരങ്ങള്. ഹബീബിങ്ങളെ, പുണ്യനബിയുടെ റൗള ശരീഫിൽ 9 തൂണുകളുണ്ട്. പോയവർ കണ്ടതാണ്. 1 ഉസ്തുവാനത്തു ഹന്നാന, 2 ഉസ്തുവാനത്തു ആയിഷ, 3 ഉസ്തുവാനത്തു അലി, 4 ഉസ്തുവാനത്തുൽ വുഫൂദ്, 5 ഉസ്തുവാനത്തുസ് സരീർ, 6 ഉസ്തുവാനത്തുത് തഹജ്ജുദ്, 7 ഉസ്തുവാനത്തുത് തൗബ,
8 ഉസ്തുവാനത്തുൽ ഹിർസ്, 9 ഉസ്തുവാനത്തു ജിബ്രീൽ. ഇങ്ങനെ 9 തൂണുകളുണ്ട് റൗള ശരീഫിൽ. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാളിൽ ജന്ന. എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ ഖബറിൻ്റെയും ഇടയിൽ സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സ്വർഗീയ ഉദ്യാനം, ഭൂമിയിലെ സ്വർഗീയ ഉദ്യാനം. ആ തൂണുകൾക്ക് ബഷീർ ഫൈസി ഭൗതികമായൊരു ഭംഗിയും കണ്ടില്ല ഹബീബിങ്ങളെ, ഭൗതികമായൊരു ഭംഗിയുമില്ല. പിന്നെന്തിനാണ് മദീനയെ ഇങ്ങനെ പ്രണയിക്കുന്നത്? നിങ്ങൾ കേട്ട പ്രഭാഷണങ്ങളിൽ മുഴുവൻ മദീനയുടെ ഭംഗി പറയുന്നത് അത് ഭൗതികമായ ഭംഗിയല്ല. എത്ര കവിതകളാണ് വാർന്നു വീണത്, എത്ര തൂലികകളാണ് നൃത്തം ചെയ്തത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇമാം ശറഫുദ്ദീൻ അൽ ബുസീരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാനവർകളെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നിലാമഴ പോലെ പ്രവാചക പ്രണയം പെയ്തിറങ്ങുന്ന ബുർദ ശരീഫിൻ അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വിസ്രിയ. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിന്റെ കടലോരങ്ങളോട് കഥ പറഞ്ഞ് കിടക്കുന്നുണ്ട് ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അവരെഴുതിയ അല്ലഫൽ അലിഫ് സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ജവാബേ ശിക്വ. ഇങ്ങനെ നൂറ്റാണ്ടുകളിൽ എത്ര കവിതകളാണ് എഴുതപ്പെട്ടത് മദീനയെ കുറിച്ച്. അവരൊക്കെ ഏത് തൂലിക കൊണ്ടാണ്, മദീനയിലെ ഏതു ബാൻമരത്തിന്റെ ചില്ലയൊടിച്ചാണ് ഹുബ്ബിന്റെ മഷിക്കുപ്പിയിൽ മുക്കി മുക്കി എഴുതിയത് മദീന. പക്ഷെ അവരെഴുതിയതൊന്നും ഭൗതികമായ ഭംഗിയല്ല, അതിനൊരാത്മീയ ഭംഗിയുണ്ട്. ആ ആത്മീയ മദീനയാണ് നമ്മളിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നത്. മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എന്നെ കിനാവിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കിനാവിൽ കാണണം. ഈ രാത്രി പുലരുന്നതിന്റെ മുമ്പ് നിലാവ് പൊഴിയുന്ന മസ്ജിദുൽ നബവിയുടെ മുറ്റത്തൊന്ന് നിൽക്കാൻ കൊതിക്കുകയാണ്. പച്ചക്കുബ്ബയെ നോക്കി നോക്കി നിൽക്കാനാണ്. ഹൃദയമിങ്ങനെ ത്രസിക്കണം, കണ്ണ് നിറഞ്ഞു തുളുമ്പണം, ഹൃദയമൊന്നു പൊട്ടണം. ജീവിതത്തിൽ ആദ്യമായി റസൂലുള്ളാന്റെ ചരിത്രം കേട്ടിട്ടല്ല, ചരിത്രം കേട്ട് നമ്മൾ പലപ്പോഴും കരയാറുണ്ട്. അതിനല്ല പറയുന്നത്, പകരം യാ റസൂലല്ലാഹേ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ലലം തുസുൻ ലൗ കുന്തു അബ്സർതുഹു ഹയ്യം ഫഖുൽതു ലഹു ലാ തംശി ഇല്ലാ അലാ ഖദ്ദി ലക്കൽ ഖദമു മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലൗ കുന്തു അബ്സർതുഹു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നുവെങ്കിൽ, ഹയ്യാ ജീവിതകാലത്ത് ആരംഭ പൂവായ മുസ്തഫായ നബിയെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ,
ഫഖുൽതു ലഹു, ഞാൻ ഹബീബിനോട് പറയുമായിരുന്നു, നബിയേ അങ്ങ് നടക്കല്ല നബിയേ, മണ്ണിൽ കാൽപാദം പതിക്കല്ല നബിയേ, എൻ്റെ കവിള് തരാ, എൻ്റെ കവിള് വെച്ച് തരാം നബിയേ, എന്നിട്ട് കവിളിൽ ചവിട്ടി നടക്കൂ നബിയേ. കാരണം ആ കാൽപാദങ്ങളുണ്ടല്ലോ, സൂര്യചന്ദ്ര നക്ഷത്ര ഗോളതാരപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ അതിജയിച്ച് അർശ്, കുർശ്, ലൗഹ്, കലമ്, ബൈത്തുൽ ഉസ്സ, ബൈത്തുൽ മഅ്മൂർ, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദ്റത്തുൽ മുന്തഹ, അതും കടന്നുകൊണ്ട് രാജാതിരാജനായ ജമാലായ കമാലായ നൂറായ അല്ലാഹുവിന്റെ രാജാങ്കണത്തിൽ ഹളീറത്തുൽ ഖുദ്സിൽ ചെരിപ്പിട്ട് നിന്ന കാല കാബ ഖൗസൈനി ഔ അദ്നാ, അള്ളാഹുവിനോട് നേരിട്ട് അഭിസംബോധനം ചെയ്ത, ഇന്ററാക്ട് ചെയ്ത അവര് സാഹിബുൻ നഅലൈനിയാണ്. കാലിൽ ചെരുപ്പിട്ടിട്ടാണ് ഹളീറത്തുൽ ഖുദ്സിൽ നിന്നത്. തൂർ സീനാ മലയുടെ താഴ്വാരത്തേക്ക് ജോർഡാനിൽ നിന്ന് മൂസാ നബി ഈജിപ്തിലേക്ക് പോകുമ്പോ ഒരു പ്രകാശം കണ്ടോ? ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ അഖിലിനോട് പറഞ്ഞു, അവിടെ പ്രകാശമുണ്ട്, ഒന്നുകിൽ ഒരു വഴികാട്ടിയെ കിട്ടും, അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചം കിട്ടും. മൂസാ പ്രവാചകൻ ഒറ്റക്ക് പോയി. ഞാൻ അവിടെ പോയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. സെന്റ് കാതറിൻ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് തൂരി സീനാ മലയുടെ താഴ്വരയില്, സീനായ് കുന്നുകളുടെ താഴ്വാരത്ത്. ആ സെന്റ് കാതറിൻ എന്ന് പറയുന്ന ചർച്ചിന്റെ ഉള്ളിൽ ഞാൻ കയറി. അവിടെ ഒരു മരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ബോണിഷ് ബുഷ് എന്നാണ് അതിന്റെ പേര്. ലോകത്ത് ഒരേ ഒരു മരമേ ഉള്ളൂ, കൊമ്പ് വച്ചാൽ പൊടിക്കാത്ത, കായ നട്ടാൽ കിളിർത്തു വരാത്തൊരു മരമുണ്ട്. അത് അള്ളാഹുവിന്റെ വെളിച്ചം പകർന്ന മരമാണ്. അവിടെ എത്തിയപ്പോൾ ആ മരം അങ്ങ് പ്രകാശിച്ചു. അള്ളാഹു മൂസാ പ്രവാചകനോട് പറയുകയാണ്, മൂസാ ഫഖ്നഅ അലൈക യാ മൂസാ ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ. തുവാ മലയുടെ താഴ്വരയിലാണ് ചെരിപ്പൂരു മൂസ. കണ്ടോ നിങ്ങള്? അള്ളാന്റെ ഹളീറത്തുൽ ഖുദ്സിലല്ല, അഭൗമികമായ ലോകത്തല്ല, ജോർഡാനിലെ തൂരി സീനാ മലയുടെ താഴ്വരയില് ഭൂമിയിൽ വെച്ച് മൂസാ പ്രവാചകനോട് അള്ളാഹു ചെരിപ്പൂരാൻ പറഞ്ഞു. ഹബീബിങ്ങളെ, അവിടെ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ അശരീരി മാത്രമാണ് മുഴങ്ങിയത്. എന്നിട്ടും ഇതാ അള്ളാന്റെ റസൂല് ചെരിപ്പിട്ടിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ 100 പേരിൽ ഒരു പേര് മുഹമ്മദ് അഹ്മദ് ത്വാഹ യാസീൻ എന്ന പേരിൽ ഒരു പേരാണ് സാഹിബുൻ നഅലൈൽ, ചെരിപ്പിട്ടയാൾ. ചെരുപ്പിട്ടത് അത്ര മഹത്തുള്ള കാര്യമാണോ? ഇതിലാരാണ് ചെരുപ്പിടാത്തത്? അതൊക്കെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണോ? പക്ഷേ ആ ചെരുപ്പ് എവിടെയാണ് ഇട്ടത്? ആ ചെരുപ്പിട്ടത് അല്ലാഹുവിന്റെ ഹളീറത്തുൽ ഖുദ്സിലാണ്, രാജാങ്കണത്തിലാണ്. ഇത് ബഷീർ ഫൈസിയുടെ തള്ളല്ല, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖാബ ഖൗസൈൻ ഔ അദ്നാ, അമ്പും വില്ലും ചേർന്നതുപോലെ. അല്ല, അതിനേക്കാൾ അടുത്ത നിന്ന് അരൂപിയായ, മാറ്ററില്ലാത്ത, കണ്ണും കാതുമില്ലാത്ത, കാലും കയ്യുമില്ലാത്ത, ഒരു രൂപഭാവങ്ങളുമില്ലാത്ത, നമ്മൾ സങ്കല്പിച്ചാൽ പോലും എത്തിപ്പെടാത്ത ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത മഹാശനായ റബ്ബുൽ ഇസ്സത്തിനെ നേരിൽ കണ്ടു മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിട്ട്
ബഷീർ ഫൈസിയുടെ ഈ തൊപ്പിയിൽ ഒരു ചിഹ്നമുണ്ട്, നിങ്ങൾക്ക് അകലെന്ന് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. ഇത് നഅ്ലെ ശരീഫിന്റെ ചിഹ്നമാണ്, പുണ്യനബിയുടെ പാതുകത്തിന്റെ ചിഹ്നമാണ്. യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആഗോള പ്രശസ്തനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? പല പണ്ഡിതന്മാർക്കും ചില നിയോഗ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. തെക്കൻ കേരളത്തിലെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് അവരുടേതായ നിയോഗ ലക്ഷ്യങ്ങൾ ഉണ്ടായി. ഞാൻ അതിന്റെ വിശദാംശം പറയുന്നില്ല. മലബാറിലെ അഗ്രേസരരായ പണ്ഡിതന്മാർക്ക് അവരുടെ നിയോഗ ലക്ഷ്യമുണ്ടായി. പലർക്കും രചനയാകാം. യൂസുഫ് നബ്ഹാനിയുടെ ദൗത്യം എന്തെന്നറിയുമോ? പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന് ഖിദ്മത്ത് ചെയ്യലാണ്. ഹബീബിങ്ങളെ ഓർത്തു നോക്ക്, പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന്, ചെരുപ്പിനല്ല. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ കയ്യിൽ ആ ചെരുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഇജാസ പ്രകാരം വിതരണം ചെയ്യുകയാണ് യൂസുഫ് നബ്ഹാൻ. അവരുടെ കിതാബിലുണ്ട്, സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞോ? ഹബീബ് വരുമ്പോ അത് നീക്കി വെച്ചു കൊടുക്കുക, അത് കഴുകി കൊടുക്കുക. റസൂലുള്ളാഹിക്ക് താല്പര്യമില്ലെങ്കിലും അതൊരു വലിയ ബറക്കത്തായി സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ആ ചെരുപ്പ് അത് ഹളീറത്തുൽ ഖുദ്സിൽ കയറിയ ചെരുപ്പാണ്. എന്നിട്ട് ഈ ചെരുപ്പിന്റെ നഅ്ലെ ശരീഫിന്റെ അടയാളത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മഹാന്മാരുണ്ടായെങ്കിൽ ഹബീബേ, ആരാണി മുഹമ്മദ് മുസ്തഫ, ആരാണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയിൽ പറയട്ടെ, ഈ തൊപ്പി വാങ്ങിയത് ഇറാഖിലെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മസാറിന്റെ സമീപത്ത്. അതിന്റെ പുറകിലാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എൻ്റെ കൂടെ വന്ന ഷാക്കിർ ഫൈസി പറയായിരുന്നു, ഇന്ന് ബിശ്റുൽ ഹാഫിനെ കുറിച്ച് പറയണം. ഞാനൊരു പ്രീ പ്ലാനഡായി പ്രസംഗിക്കുന്ന ആളല്ല. വല്ലാഹി, അള്ളാഹുവേ നീ സാക്ഷി, പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. ഒരുപക്ഷെ ഞാനല്ല പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീ പ്ലാനഡ് അല്ല. അപ്പം ഇടയിൽ വന്നു പോയത് ഈ തൊപ്പി വാങ്ങിയത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിൻ്റെ മസാറിൽ നിന്നാണ്. ഇറാഖിൽ ഷിയ ആധിപത്യമുള്ള ഒരു രാജ്യം നിങ്ങൾക്കറിയാം. അവിടെ ബിശ്റുൽ ഹാഫി തങ്ങളുടെ മസാറിൽ മാത്രമാണ് ഈ ചെരുപ്പിൻ്റെ റസൂലുള്ളാഹിൻ്റെ നഅ്ലെ മുബാറക്കിൻ്റെ ചിത്രം പതിച്ചിട്ടുള്ളത്. അതിനൊരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ പല മുസ്ലിങ്ങൾക്കും ആഹ്ലാദകരമായ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് 3 മദ്യ ഷോപ്പ് ഉണ്ടായിരുന്നു. അല്ല, കുടിയന്മാർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്കല്ലേ. 3 മദ്യ ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് മൂപ്പര് നല്ല കുടിയനായിരുന്നു. നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരെ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കാൻ വേണ്ടി ക്യൂ നിൽക്കല്ലേ. ഏത് പ്രസംഗത്തിലും നമ്മൾ എന്താ പറയാ, സ്ത്രീകൾ വളരെ മോശക്കാരാണ്. തെക്കൻ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം, എനിക്ക് പേടിയുണ്ട്, വന്ന പോലെ തിരിച്ചു പോകണം. സ്ത്രീകൾ വളരെ മോശക്കാരാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രസംഗത്തിലും ആൾക്കാർ എന്താ സ്ഥലത്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേരെന്താ, പോരുവഴിയിലെ പെങ്ങളെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പോരുവഴിയിലെ ആങ്ങളെ എന്ന് ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോരുവഴിയിലെ ആങ്ങളെ എന്ന് വിളിച്ചിട്ട് ഏതെങ്കിലും ഉസ്താദ് പ്രസംഗം കേട്ടിട്ടില്ല. പെങ്ങളെ എന്നുവെച്ചാൽ പെണ്ണുങ്ങളൊക്കെ മോശക്കാരാണ്, ചുമ്മാ പറയാൻ. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചാൽ അവന് ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കൊന്നും വേണ്ടാന്ന്, അവനോട് നബിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. നീ കള്ളു കുടിക്കണ്ടെന്ന് പോലും പറയണ്ട, നബിയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സലി. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അത് പറയണം. ഞാൻ കള്ളു കുടിച്ചോണ്ടല്ല, അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായതുകൊണ്ട് പറയാം. നമ്മളെല്ലാവരും ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കാൻ ഭയങ്കര ഉഷാറാണ്, അകത്താക്കുക വേണ്ട. എങ്ങനെയെങ്കിലും ആൾക്കാരെ ദീനുൽ ഇസ്ലാം ഒന്ന് അകത്താക്കണം. അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇദ്ദേഹം 3 മദ്യ ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. വാവ് എന്ന് വെച്ച് നാളെ നിങ്ങൾ തുടങ്ങണ്ട എന്ന് മാത്രമല്ല, കുടിച്ചുകൊണ്ട് ബഗ്ദാദിലൂടെ നടന്നു പോകുകയാണ്. ഒരു ദിവസം ഒരു മഴ പെയ്തു. മഴവെള്ളത്തിൽ ഒരു കടലാസ് ഒഴുകി നടക്കുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി ആ കടലാസ് എടുത്തു നോക്കി. മദ്യത്തിന്റെ ലഹരിയിൽ ബിശ്ർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അന്ന് ഹാഫി എന്ന പേരില്ല, അപ്പോഴാ കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കള്ളുടിയാനാണെങ്കിലും ബിസ്മി കണ്ടപ്പോൾ ഏത് തെറ്റിയുന്നവനും അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലൊരു സ്പാർക്കിങ് വരും. അള്ളാഹു നമുക്ക് അങ്ങനെ സ്പാർക്കിങ് ഇന്നത്തെ രാത്രി നൽകട്ടെ.
ആമീൻ പറ. നിങ്ങളൊരു ഒഴുക്കിൽ കേൾക്കണില്ലേ? കൈ പിടിക്കാൻ എല്ലാവരും. നമ്മുടെ വയലായാലും നിസ്കാരമായാലും പരിപാടിയിലും ഒക്കെ ഒരു ഒഴുക്കിൽ കേൾക്കുന്ന, ഓളത്തിൽ കേൾക്കുന്ന പരിപാടിയാണ്. ഉറക്കൊരാമീൻ പറയും. അങ്ങനെയൊന്നും പോരട്ടാ, ഉറക്ക പറ. അബേക്കുന്ന ആമീൻ പറയില്ല, എന്തൊട്ട് ഇഷ്ടം ആമീൻ പറയുന്നു. ഉറക്കൊരാമീൻ പറയും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ രോഗശമനം നൽകണമേ. ആമീ. മരിച്ചുപോയവർക്ക് എന്തൊട്ട് രോഗശമനാണ് ഇഷ്ടം. അതാണ് പറഞ്ഞത്, നമ്മളെല്ലാം ഒരു ഓളത്തിലാണ്. ചിലർക്ക് കത്തിയിട്ടില്ല. നമ്മുടെ കേസവിൻ്റെ പുസ്തകം ബാക്കിൽ ചിരിയാണല്ലോ. മൂപ്പര് ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് പേരെന്താ? ശരി, പുസ്തകം ഇങ്ങോട്ട് വരി. എന്താണ്? ഷാജഹാൻ. ഷാജഹാൻ വയസ്സ് ഉസ്താദ് ഇങ്ങോട്ട് വരും. പിന്നെ നേരത്തെ അവിടെ താടി വെച്ച് വന്നില്ല നമ്മുടെ, എന്താണ് മൂപ്പര് പേര്? ഷഫീഖ് ഉസ്താദൊക്കെ മുങ്ങിയോ? അവൻ ശരിക്കും ഒരു തോരക്കട്ടെ. അള്ളാഹു അല്ല, ബാക്കിൽ തൊപ്പിയിട്ട് നമ്മുടെ നേതാവ് ഇരിക്കുന്നുണ്ടല്ലോ, കയറിയിരിക്കും. ഉസ്താദ്മാരൊക്കെ സദസ്സിൽ വന്നിരുന്നോളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരം പറയണുള്ളൂ. പക്ഷെ ഇന്ന് അപ്പൊ ഒന്ന് ശരിക്കാമീൻ പറയാ. നേരത്തെ തെറ്റി പറഞ്ഞ അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചു പോയവർക്ക് നീ ദീർഘായുസ് നൽകണമേ. ദാ പിന്നെ മരിച്ചുപോയവർക്ക് എന്തൊട്ട് ദീർഘായുസാടാ. അത് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു അലസഭാവത്തിലാണ്, ഒരു ഒഴുക്കിലാണ്. അള്ളാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഹബീബിങ്ങളെ, ബിസ്മി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ വേദന തോന്നി. ചളിയിലല്ലേ അള്ളാഹുവിന്റെ നാമധേയം കിടക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ബഗ്ദാദ് അങ്ങാടിയിലെ നല്ലൊരു അത്തറ് കടയിൽ നിന്ന് അത്തറ് വാങ്ങി കഴുകി ശുദ്ധിയാക്കി സുഗന്ധം പുരട്ടി അലമാരയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഉറങ്ങി. കള്ളു കുടിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഉറങ്ങുമ്പോ രാത്രിയിൽ അതാ ഒരു അശരീരി, ബിശ്റേ, നീ എന്റെ നാമത്തെ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നാമത്തെ ഇഹത്തിലും പരത്തിലും സുഗന്ധപൂരിതമാക്കുകയാണ്. ആ രാത്രിയിൽ ഞെട്ടി ഉണർന്നു ബിശ്റെന്ന കള്ളുകുടിയനായ ചെറുപ്പക്കാരൻ. ഓടി, ചെറിയൊരു സ്പാർക്കിംഗ് ഉണ്ടായി. ഓടി. ആ കാലഘട്ടത്തിലെ മഹാനായ ശൈഖായ താജുൽ ആശിഖീൻ, താജുൽ ആരിഫീൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ എത്തി. എന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കള്ളുപിടിച്ച് വരികയായിരുന്നു. ഒരു കടലാസ് കണ്ടു വിസ്മി. അങ്ങനെ കഴുകി ശുദ്ധിയാക്കിയപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു. എൻ്റെ തൃശ്ശൂരിലെ കത്തീവിനോടാ പറഞ്ഞ, പോട നസ്രാണി, ഈ രാത്രിയിൽ കയറി വന്നിട്ട് അനക്ക് പറയാൻ കണ്ടത് ഇത് കള്ളു കുടിച്ച് നടക്കുകയാണല്ലേ, പള്ളിയിൽ കയറരുത് എന്നാണ് പറയുക. ജുനൈദുൽ ബഗ്ദാദി പറയുകയാണ്, മോനെ, ആർദ്രസാന്ദ്രമായ പ്രണയത്തിന്റെ വിളി, മോനെ, നിന്നെ പടച്ചോന് നിന്നെ ഭയങ്കര ഇഷ്ടാടാമുത്തേ. You can break into a fort but not into a heart. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അതിക്രമിച്ച് കയറി ചെല്ലാൻ പറ്റും, but not into a heart. ഒരു ഹൃദയത്തിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. ഇറ്റ്സ് എ ലവ്. പ്രണയം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ നബിയെ നിങ്ങളുടെ അടുത്തുനിന്ന് ജനങ്ങളൊക്കെ ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഹബീബിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടാടാ. ആരെ? 3 കള്ള് ഷാപ്പ് നടത്തുന്നയാളെ. നാളെ ഇതിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നാളെ പറയും. നേരെ കേട്ടില്ലേ? വേല കേട്ടില്ലേ? നമ്മളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാറിയപ്പോഴാണ് ഇഷ്ടം തോന്നിയത്. അള്ളാഹ്ക്ക് അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാകാം. ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനെ പ്രണയിച്ച് മശൈഖ് അവരുടെ മുരീദായി കൂടി. ഹബീബിങ്ങളെ, വല്ലാത്ത മാറ്റം. പിന്നെ കാലിൽ ചെരുപ്പിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹാഫി എന്ന പേര് പിറകിൽ വന്നത്. നഗ്നപാദൻ, ചെരുപ്പിടാതെ നടന്നതിന്റെ പേരിൽ അങ്ങനെയാണ് ബിശ്റുൽ ഹാഫി ആയത്. വലിയ ശൈഖായി വളർന്നു, ആശിഖുർ റസൂലായി വളർന്നു, ആയിരക്കണക്കിന് മുരീദന്മാരുടെ ഗുരുവര്യനായി.
മഹാമശായിഖന്മാരുടെ ശൈഖായി മാറി അശ്ശൈഖ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അവരുടെ പിന്നീടുള്ള ജീവിതം പ്രവാചക പ്രണയവും പരത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് അവരുടെ മസാറിൽ നിന്നാണ് ഈ തൊപ്പി വാങ്ങിയത്. ഇടയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിൽ ചെരുപ്പിന്റെ ചിഹ്നമുള്ളതുകൊണ്ട്. അപ്പൊ ഹബീബിങ്ങളെ, അള്ളാന്റെ റസൂല് ചെരുപ്പിട്ട് ഹദീറത്തുൽ ഖുദ്സിൽ നിന്നോ. അതുകൊണ്ട് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുകയാണ്, ഖിദ്മത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ മിസാലു നഅലേ ശരീഫ്, പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത്? ലൗ കുന്തു അബ്സർതുഹു ഹയ്യം ഫഖുൽതു ലഹു, ഞാൻ അള്ളാന്റെ റസൂലിനെ ജീവിതകാലത്ത് കണ്ടിരുന്നുവെങ്കിൽ മുത്തൊളി മുസ്തഫായോട് ഞാൻ പറയുമായിരുന്നു, ലാ തംശി, അങ്ങ് നടക്കരുത് നബിയേ, എന്റെ കവിളിൽ ചവിട്ടിയല്ലാതെ മണ്ണിൽ ചവിട്ടല്ല നബിയേ, ആദരവായ അങ്ങയുടെ പാദവൃന്ദം എന്റെ കവിളിൽ ചവിട്ടൂ നബിയേ. എന്തൊരു പ്രണയമാണ് ഹബീബിനോട്, മദീനയോട്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നോക്കൂ, അള്ളാന്റെ റസൂൽ ഒരു സദസ്സിൽ വെച്ച് വിളിച്ചു പറയുകയാണ്. ഹബീബായ പ്രവാചകർ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഞാൻ നിങ്ങളോട് ഒരാളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഞാൻ നിങ്ങൾക്കൊരാളെ പറഞ്ഞു തരട്ടെയോ? മുളർ സഖീഫ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണ്ട് ഖിയാമത്ത് നാളില് ജനലക്ഷങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളെ കുറിച്ച് പറയട്ടെയോ? നിങ്ങളത് കേട്ട് ഞെട്ടണം ഹബീബിങ്ങളെ. മുളർ സഖീഫ് ഗോത്രത്തിന്റെ ആടുകളുടെ എണ്ണം എത്രയാണെന്ന് താരീഖിൽ കാണാം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആടുകളുള്ള ഗോത്രമാണ് മുളർ സഖീഫ് ഗോത്രക്കാർ. അവരുടെ ആടിന്റെ എണ്ണം തന്നെ 10,000 ആ ഓരോ ആടിന്റെ ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം എത്രയാണ്? ലക്ഷക്കണക്കിന് വരുന്ന രോമങ്ങളുടെ എണ്ണം പറഞ്ഞ് പുണ്യനബി പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ആരാരും സഹായിക്കാനില്ലാത്ത വേള ഒരാൾ അത്രയാളുകളെ എണ്ണം കണ്ട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, അള്ളാഹു അദ്ദേഹത്തെ നമ്മളുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മളുമായി കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുമ്പോൾ നിങ്ങളെ ശഫാഅത്ത് കൊണ്ടൊന്നും അല്ലാതെ രക്ഷപ്പെടാൻ വലിയ പാടാട്ടോ. എൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ അടുത്താണെങ്കിലും അമല് വളരെ കുറവാണ്. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അയാളെ കണ്ടുമുട്ടാൻ കഴിയുമോ നബിയേ? അപ്പൊ പറഞ്ഞു, ഇല്ല, അബൂബക്കർ അയാളെ കാണൂല. പക്ഷെ ഉമറും അലിയും അദ്ദേഹത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. പുണ്യനബിയുടെ സഹാബിയല്ല, പ്രവാചകനല്ല, പ്രവാചകനും സഹാബിയുമല്ലാത്ത ഒരാളാണ്. എന്നാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ്. പക്ഷെ മദീനയിലല്ല, യമനിലാണ് ജീവിച്ചത്. അവർ ചോദിച്ചു, നബിയേ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, എന്താണ് അദ്ദേഹത്തിന്റെ അടയാളം? അപ്പൊ പറഞ്ഞു, ഉവൈസ് ബിൻ ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹു. അവരുടെ പേര് ഉവൈസ് എന്നാണ്, അവരുടെ ഉപ്പയുടെ പേര് ആമിർ എന്നാണ്. അവർ യമനിലെ ഖറനുകാരനാണ്. അവർക്ക് നന്നായി മുടിയുണ്ട്, തോളോളം കിടക്കുന്ന മുടിയുണ്ട്, പിഞ്ഞിയ വസ്ത്രമാണ്, അസ്ഥി പഞ്ചരമാണ്, കാരക്കയുടെ കുരു മാത്രം തിന്ന് ജീവിക്കുന്നയാളാണ്. ഹലോ, കാരക്ക തിന്ന് ജീവിക്കുന്നയാൾ എന്നല്ല, കാരക്കയുടെ കുരു. കാരക്ക തിന്ന് ജീവിച്ച ഭയങ്കര വൈറ്റമിൻ വരും, വികാര തള്ളിച്ച ഉണ്ടാകും, ഭയങ്കര കാര്യങ്ങളുണ്ടാവും.
അതാണ് കാരക്കയുടെ, അല്ല സോറി, ഈത്തപ്പഴത്തിന് പ്രത്യേകത. കാരക്കയുടെ കുരുവാണ് അതിന്റെ പ്രത്യേകത. ഒരു കുരു ഇപ്പൊ വായിലിട്ടാൽ അസറു വരെ അത് വായിലിടാൻ കഴിയും. വേറെ അധികം ഫുഡൊന്നും കഴിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് കാരക്കയുടെ കുരുവാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ വയറിലോ കയ്യിലോ പുറകിലോ ഒരു വെളുത്തടയാളമുണ്ട്. ഈ 3 കാര്യം ഞാൻ പറഞ്ഞത് 3 റിപ്പോർട്ടിൽ 3 രൂപത്തിലാണ്. ഇത് 1001 രാവിലെ അറബിക്കഥയിലെ കള്ളക്കഥയല്ല ബഷീർ പറയുന്നത്. സഹീഹ് ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അപ്പോൾ ഒന്നുകിൽ വയറിൽ അല്ലെങ്കിൽ കയ്യിൽ ഇവിടെ ഒരു വെളുത്തടയാളമുണ്ട്. അബൂബക്കറിന് കാണാൻ കഴിയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്നിട്ടെന്തേ അയാൾ അങ്ങയെ കാണാൻ വരാത്തത് നബിയെ? സ്വഹാബിയാകൂലേ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനഹു അംറാൻ. 2 കാര്യങ്ങൾ അദ്ദേഹത്തെ തടയുന്നുണ്ട്. 2 കാര്യങ്ങൾ അദ്ദേഹത്തെ തടയുന്നുണ്ട്. ഗലബത്തുൽ ഹാൽ. അദ്ദേഹത്തിന്റെ അവസ്ഥ ഭയങ്കര സങ്കീർണമാണ്. എന്താ കാരണം? അയാൾക്ക് മദീനയിൽ വന്നാൽ എന്നെ കണ്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സഹാബ. അത്രയേറെ എന്നെ സ്നേഹിക്കുന്നയാളാണ് സഹാബ. നിങ്ങൾ എന്നെ കണ്ടവരാണ്, പക്ഷെ എന്നെ ഒരിക്കൽ പോലും കാണാതെ എന്നെ സ്നേഹിക്കുന്നയാളാ. മദീന കണ്ടാൽ അയാളുടെ കൺട്രോള് പോകും. മഖാമേ മുസ്തഫ क्या है तू अमीरे हरम, तू अमीरे हरम, मैं फकीर आजम, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीरे हरम. അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയെ, ഞാൻ ഫക്കീറാണ് നബിയെ, പൗരസ്ത്യനായ ഫക്കീറാണ് നബിയെ എന്ന് ആശിക്കീങ്ങളായ അനുരാഗപ്പെട്ടവർ പാടുന്നത് പോലെ ഉവൈസിനെ കുറിച്ച് മുസ്തഫായ നബി പറയാണ്, അയാൾക്ക് എന്നെ കാണാൻ കഴിയില്ല, സഹിക്കാൻ പറ്റില്ല. അത്രയേറെ പ്രണയമാണ്. 2 തഅലീമുശ്ശറഹി, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തോടുള്ള ബഹുമാനമാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്, മുഅ്മിനത്തായ ഒരു ഉമ്മയുണ്ട്, ലഈഫായ ഒരു ഉമ്മയുണ്ട്. കണ്ണിന് കാഴ്ചയില്ല, കാലോണ്ട് നടക്കാൻ പറ്റില്ല, കൈയിന് തളർച്ചയാണ്. ആ ഉമ്മ കാഷ്ടിച്ചാൽ ഈ ഉവൈസാണ് കഴുകി വൃത്തിയാക്കുന്നത്. ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന മക്കളെ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മെമ്മറബിൾ മൊമെന്റാണ് മാതാവും പിതാവും ഉള്ള കാലം. തണലായ കാലമാണ്. 20 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരോടാണ് പറയുന്നത്. ഇന്നവർ ഭാരമായി തോന്നുന്നുവെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ, മക്കളെ, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാലാണ് മുത്തേ അതിന്റെ വേദന അറിയുക. കാഷ്ടിച്ചത് കഴുകിക്കൊടുക്കുന്നത് ആരാണ്? ലക്ഷക്കണക്കായ ആളുകളെ ശഫാഅത്ത് ചെയ്യാൻ കഴിയുമെന്ന് അള്ളാന്റെ റസൂല് അവിടത്തെ നൂറാനിയത്തിന്റെ തിരുനാവിനാൽ പ്രശംസിച്ച ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു. അവരാണ് കുളിപ്പിക്കാറ്, അവരാണ് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാറ്. അപ്പൊ ഉമ്മാനെ വിട്ടിട്ട് മദീനയിൽ വന്നാൽ അത് ശരീഅത്തിനെതിരാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരില്ലേ, കുടുംബം നോക്കാതെ ദഅവത്തിനാന്ന് പറഞ്ഞു പോണ കുറേ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിൽ, ലോകത്തൊക്കെ ഉണ്ട്. ഇനി അതെല്ലാം ടൂർ പോണ ആൾക്കാരില്ലേ? ഏതിനാണെങ്കിലും ശരി, മാതാവിനോടും പിതാവിനോടും ബാധ്യത തീർക്കാത്ത ദീനൊന്നുമില്ല. യുദ്ധത്തിന് പോകാതെ പോലും മാതാവിനെ നോക്കിയ ചരിത്രമുണ്ട്. ഭാര്യയെ ചികിത്സ കാത്തിരുന്നിട്ട് യുദ്ധത്തിന് പോകാത്തതുണ്ട്. പിന്നെയാണോ വയലിന് പോകുന്നത്?
നോക്കിയിട്ട് പോണത് വലിയ പുണ്യമുള്ള കാര്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത് ശരീഅത്ത് തടയുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മാനെ നോക്കാൻ വേറെ ആളില്ല. അതുകൊണ്ടാണ് ഹബീബിങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമറേ, അലി, എൻ്റെ കാലശേഷം നിങ്ങൾ ഉവൈസിനെ കാണുമ്പോൾ ഹാദിഹി ജുബ്ബത്തി, ഇതെന്റെ ഖമീസാണ്, ഇതെന്റെ ഖമീസാണ്. റസൂലുള്ളാന്റെ കുപ്പായം എടുത്തു കൊടുത്തു പറഞ്ഞു, ഇത് കൊടുക്കേണമേ, ഇത് ഉവൈസിന് കൊടുക്കേണമേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഫൈദൽ ഖതൈതും ഫൈദൽ തഖൈതും ബിഹി സല്ലിമൂ മിന്നി അലൈ. നിങ്ങൾ അയാളെ കണ്ടുമുട്ടിയാൽ, നിങ്ങളും അവരുമായി സന്ധിച്ചാൽ എൻ്റെ സലാം പറയണേ, അസ്സലാമു അലൈക്കും എന്നെൻ്റെ സലാം പറയണേ. വൽതമിസൂ മിൻഹു ദുആ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള അങ്ങോട്ട് സലാം പറഞ്ഞേക്ക്. നമ്മള് ഇവിടുന്ന് ഉംറക്കൊക്കെ ആളുകൾ പോകുമ്പോൾ അങ്ങോട്ട് പറയും, എൻ്റെ സലാം പറയണമേ, എൻ്റെ സലാം പറയണമേ എന്ന് നമ്മൾ പറയില്ലേ. ഇത് റസൂലുള്ള അങ്ങോട്ട് സലാം പറയുകയാണ്. മിനിഞ്ഞാന്നിന്റെ തലേ ദിവസം സലാലയിൽ നിന്ന് 70ഓളം കിലോമീറ്റർ ദൂരമുള്ള സാഹിബുൽ മിർബാത്ത്, അന്ത്യവിശ്രമം കൊള്ളുന്ന താക്കയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു മസാറിൽ പോയി അള്ളാന്റെ റസൂലിന്റെ 17ാമത്തെ പൗത്രനായ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ, നമ്മളെ ഹദ്ദാദ് ചെല്ലാറില്ലേ? ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹനാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സയ്യിദന്മാരുടെയും പരമ്പര അവരിലൂടെയാണ് കടന്നു പോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന്റെ നായകൻ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഒരുപാട് സാദാത്യങ്ങൾ മലബാറിലും ദക്ഷിണ കേരളത്തിലുമൊക്കെയുണ്ട്. എല്ലാവരുടെയും വല്ലിപ്പ സാഹിബുൽ മിർബാത്ത് എന്ന് പറയുന്ന മഹാനാണ്. അവിടെ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ വന്നിട്ടുള്ളൊരു പ്രസംഗത്തില് ഇന്ന് യമനിൽ ജീവിച്ചിരിക്കുന്ന ഉമറുൽ ഹബീബ് എന്ന് പറയുന്ന, നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അദ്ദേഹത്തെ കാണാൻ കഴിയും. തവ്വലല്ലാഹു ഉംറ. അദ്ദേഹം പലവട്ടം കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, സാഹിബുൽ മിർബാത്ത് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൽ നബി. നമ്മളിന്ന് മഗ്രിബിന് പറഞ്ഞില്ലേ, നമ്മളിന്ന് ഇശാക്ക് പറഞ്ഞില്ലേ, നമ്മളിന്ന് സുബഹിക്ക് പറഞ്ഞില്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിലും അല്ലേ കുട്ടികളെ അങ്ങനെ പറയില്ലേ? എന്ന് പറഞ്ഞ അത്തഹിയാത്തുൽ, ഉറക്കെ ചൊല്ല്, അത്തഹിയാത്തുൽ അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. പിന്നെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബി. നബിയായവരെ അങ്ങേക്ക് സലാം. ഞാനും നിങ്ങളും പറയുന്നുണ്ട്, അതൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അത് നബിയോട് സലാം പറയാം. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, അത് പ്രസന്റിലുള്ള ഒരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അസ്സലാമു അലൈക എന്ന് പറയേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരാളോട് പറയുന്ന മാതിരി അസ്സലാമു അലൈക. ഇപ്പൊ ഒരാൾ ദേശവാളത്താണെങ്കിൽ അസ്സലാമു അലൈക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാ ദിവസവും പറയുന്നുണ്ട്. അള്ളാഹ് റസൂലിനോട് സലാം പറയുന്നുണ്ട്. ലൈഫിൽ ഇന്ന് വരെ നമ്മൾ സലാം അടക്കൽ കേട്ടിട്ടുണ്ടോ ഹബീബിങ്ങളെ? പറയൂ. നബി സലാം അടക്കിയോ? പറയിസ്റ്റ നബി സലാം അടക്കിയോ? എന്തുട്ട മിണ്ടാത്തത്? നബി സലാം അടക്കിയോ? എന്തുട്ടങ്ങൾ തിരിച്ചു പറയാത്ത എന്താണ്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാം. എന്ത് പറയുന്നത് അത്ര മടി? നബി സലാം അടക്കിയോ? നമ്മൾ അത്തയ്യാത്തിൽ സലാം പറഞ്ഞപ്പോൾ മടക്കിയോന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറയാം. ഞാൻ ഇത്ര ഓളിയത്തിലൂടെ പറയാം. നിങ്ങളോട് ചോദ്യം ചോദിച്ചു ഉത്തരമില്ല. അസ്സലാമു അലൈക. അത് ചോദ്യം എൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. തൃശ്ശൂർ ഭാഷ മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? അസ്സലാമു അലൈക എന്ന് നമ്മൾ നബിയോട് സലാം പറഞ്ഞ അത്തയ്യാത്തിൽ സലാം അടക്കുന്നത് കേട്ടോ? ആണെങ്കിൽ ആന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആന്നോ?
നബി സലാം അടക്കിയോ? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാത്തത്. എനിക്ക് മനസ്സിലായി. നല്ല നാടായതുകൊണ്ട് അള്ളാഹു ഈ നാടിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്നെ സ്വർഗത്ത് കടത്തട്ടെ. കാര്യങ്ങൾ നബി സലാം അടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരാളോടും നബി സലാം അടക്കിയിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ പ്രത്യക്ഷത്തിലില്ല. പക്ഷേ മഹാനായ ഉമറുൽ ഹബീബ് തങ്ങൾ പറയാണ്, സാഹിബുൽ മിർബാത്ത് നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക എന്ന് സലാം പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മുഹമ്മദ് മുസ്തഫ വലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കാറുണ്ട്. മടച്ചോനെ, ആ സലാം മടക്കൽ കേൾക്കാതിരുന്നാൽ അതേ വീണ്ടും പറയാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അങ്ങനെ എപ്പോഴെങ്കിലും നബി സലാം മടക്കും. അങ്ങനെ മടക്കാതെ ഒരിക്കൽ പോലും നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ല. മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ അൽ മിർബാത്ത്, അല്ലാഹു അവരുടെ മദദ് നമുക്ക് നൽകട്ടെ. അപ്പോ ഉവൈസുൽ ഖർനിയോട് സലാം അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. കാലം കഥ പറഞ്ഞ് കടന്നുപോയി. ഒരു ഹജ്ജിന്റെ വേള ഉമർ തങ്ങൾ വിളിച്ചു ചോദിച്ചോ, ഖറനുകാരുണ്ടോ? യമനിൽ നിന്നാളുണ്ടോ? യമനിൽ നിന്നാരെങ്കിലും ഉണ്ടോ? അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ യമനികളാണ്. നിങ്ങളുടെ അടുത്ത് ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരാളുണ്ടോ? അവര് പറഞ്ഞു ഇല്ല. അപ്പോൾ അവര് തങ്ങൾ ചോദിച്ചു, അല്ലല്ലോ ഉണ്ടല്ലോ. അയാള് ഭക്ഷണമധികം കഴിക്കാത്ത ഒരാൾ, മുടി നീട്ടി വളർത്തിയയാൾ, റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുന്നയാൾ. അപ്പൊ അവര് പറഞ്ഞു, തങ്ങളെ ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. അപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതോ? അത് നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ? 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന ജസീറത്തുൽ അറബിന്റെ രാജാവ്. നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം വലിയൊരു മനുഷ്യനൊന്നും അവിടെല്ല. അവിടെയുള്ള ഒരു പ്രാന്തനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പ്രാന്തുണ്ട്. ഇപ്പൊ ഈ നാട്ടിലൊരു പ്രാന്തണ്ടെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു വഴിയില് ഒരു ഭ്രാന്തന്റെ പേര് വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് മറുപടി പറയും, അങ്ങനെ ഒരാളില്ല എന്ന് പറയും. കാരണം ഭ്രാന്തനെ നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരാളുള്ളത് ഭ്രാന്തനാണ്. അയാൾക്ക് ഒരു രാത്രി മുഴുവൻ സുജൂദാ, ഒരു രാത്രി മുഴുവൻ റുകൂആ, ഒരു രാത്രി മുഴുവൻ ഇഅ്തിദാലാ. അയാൾ ആടിനെ മേച്ച് നടക്കുന്നയാളാണ്, സലാത്ത് ചൊല്ലി നടക്കുന്നയാളാണ്. അയാൾക്കൊരു ഉമ്മയുണ്ട്, അവരെ പരിചയിച്ച് കഴിഞ്ഞുകൂടിയയാളാണ്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം എവിടെയുണ്ടാകും? അവര് പറഞ്ഞു, ഖറൻ എന്ന് പറയുന്ന പ്രദേശത്ത് കുറെ ദൂരത്തൊരു ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ടു. ഹജ്ജിന് വരുമ്പോ അയാൾ ആടിനെ മേക്കുകയാണ്. ആ ഹജ്ജ് കാലം കഴിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളെ കൂട്ടിയിട്ട് ഉവൈസിനെ തേടി പോവുകയാണ്. ഹബീബിങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉവൈസുൽ ഖർനി സ്വഹാബിയല്ല, ഉവൈസുൽ ഖർനി പ്രവാചകനല്ല. ഈ പോകുന്നയാളാരാ? ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ്, ഉമർ ഇബ്നുൽ ഖത്താബാണ്. അങ്ങനെ രണ്ടുപേരും അടുത്തു ചെന്നു. ഈത്തപ്പനയുടെ കുരു ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അതോടൊപ്പം ഒരു പുഴയിൽ നിന്ന് വസ്ത്രം ഇങ്ങനെ കഴുകുകയാണ്. പിഞ്ഞിപ്പോയ വസ്ത്രം ധരിച്ച ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി ഉമർ തങ്ങൾ സലാം പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ഞെട്ടി ഉവൈസ് മറുപടി പറയുകയാണ്, വഅലൈക്കുമുസ്സലാം, അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരെ. ലൈഫിൽ ഒരിക്കൽ പോലും ഉമറിനെയും അലിയെയും ഈ ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി കണ്ടിട്ടില്ല. എന്നിട്ടും സലാം മടക്കുകയാണ്. അവര് പറഞ്ഞു, നിങ്ങൾ ഉവൈസ് അല്ലയോ? അതെ. നിങ്ങളുടെ പിതാവിന്റെ പേര് ആമിർ എന്നല്ലയോ? അതെ. നിങ്ങൾക്കൊരു ഉമ്മ രോഗിയായിട്ടുണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നോ? നിങ്ങൾ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്നയാളല്ലയോ? ഹബീബ് എന്ന വാക്ക് കേട്ടപ്പോ എന്റെ പുന്നാര ഉവൈസ് കരയാൻ തുടങ്ങി. കരച്ചലോട് കരച്ചൽ.
ആ കരച്ചലിനിടയിൽ ഉമർ തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം അങ്ങ് മടക്കിയിട്ട് ഉവൈസ് പൊട്ടി കരഞ്ഞപ്പോ അലിയാര് പറഞ്ഞു ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ദുആ ചെയ്യുക ഉമറേ? അലി, നിങ്ങൾ ഹബീബിനെ കണ്ടവരല്ലേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരല്ലേ, ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ദുആ ചെയ്യാനാ? അലി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാണ്, വസിയത്താണ്. അത് കേട്ടപ്പോൾ ഹബീബിങ്ങളെ ആ മനുഷ്യൻ തന്റെ രണ്ട് മുഖവും പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ്, നാഥാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തപ്പോൾ അലിയാര് ഖമീസ് എടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖമീസ്. അത് പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റെ ഖമീസാ, അങ്ങേക്ക് സമ്മാനം തരാൻ പറഞ്ഞതാണ്. അത് വാങ്ങിയിട്ടതിൽ തുരുതുരാവുമ്മ വെച്ച് ഉവൈസ് ഓടുകയാണ്. പിറകിലൂടെ ഓടി ഉവൈസ് പറഞ്ഞു, തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. എന്തിനാണ് അനാഥമായി മരുഭൂമിയിൽ ആട്ടിൻപറ്റങ്ങളുടെ പിറകിലൂടെ ഇങ്ങനെ നടക്കുന്നത്? തങ്ങളെ മദീനയിലേക്ക് വരണമേ, അവിടെ മദീനയിൽ കഴിയാമല്ലോ പ്രയാസമില്ലാതെ. പറഞ്ഞു, ഉമറേ പോകൂ നിങ്ങൾ, ദുനിയാവിൻ്റെ ഒരലങ്കാരവും ഉവൈസിന് വേണ്ട. അപ്പൊ ഉവൈസ് തങ്ങൾ പറഞ്ഞു വരില്ല എന്ന് ഉറപ്പായപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, എന്നോടൊരു വസിയത്ത് ചെയ്യുമോ? എനിക്കൊരു വസിയത്ത് ചെയ്യുമോ എന്നോട്? ആരാണ് ഈ പറയുന്നത്? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് മുത്തുനബിയുടെ നൂറാനിയത്തിന്റെ നാവിനാൽ പ്രശംസ ലഭിച്ച ഖലീഫ ഉമർ, അമീറുൽ മുഅ്മിനീൻ, ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ് പറയുന്നത്. വസിയത്ത് ചെയ്യുമോ? ഓക്കേ, മഹബത്ത് റസൂലാണ് മഹത്വത്തിന്റെ അടയാളം എന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. യാ അല്ലാഹ്. അപ്പൊ ഒരു വസിയത്ത് ചെയ്യുകയാണ്, വസിയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഉമറേ, ദുനിയാവിനെ തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട് ഉമറുള്ളാനോട് കരഞ്ഞു. ഉവൈസ് തങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ഖിലാഫത്ത് രാജിവെക്കുകയാണ്, ഞാൻ മദീനയിൽ പോയി ജനങ്ങളോട് പറയാൻ പോവുകയാണ്, ഈ മുൾക്കിരീടം എനിക്കിനി ചുമക്കാൻ വയ്യ, എനിക്ക് ഏകാഗിയായി മരുഭൂമിയിലൂടെ അലയണം, ഉവൈസിനെ പോലെ റബ്ബിനെ ഓർത്തുകൊണ്ട് അലയണം. അപ്പൊ ഉവൈസ് തങ്ങൾ പറഞ്ഞു, പാടില്ല ഉമറേ, പാടില്ല. ഈ ഖിലാഫത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായി വന്നയാളാണ്. ജനങ്ങളെ ദഅവത്ത് ചെയ്യേണ്ടവരാണ് നിങ്ങള്, ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടവനാണ് നിങ്ങൾ മാറി നിൽക്കരുത് ഉമറേ, നിങ്ങൾ ഹക്കിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നയാളാണ്, അതിൽ അങ്ങേക്ക് ഖൈറുണ്ട് ഉമറേ എന്ന് ഉവൈസ് പറഞ്ഞപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ ആ വാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയൊക്കെ കണ്ട് താത്തിക്കൊള്ളും. മാഷാ അല്ലാഹ്. മനോഹരമായൊരു നുണയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഞാൻ തെളിയിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരമണിക്കൂർ കൂടി പറഞ്ഞാൽ മതി അല്ലേ? അല്ലേ? ഇപ്പം സമയം എന്തായി? 10:04. ഇപ്പം ഒരു 30 മിനിറ്റ് കൂടിയേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഹബീബിങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു അബദ്ധമുണ്ട്. അതെന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ
നമ്മളിപ്പോൾ സലാത്ത് ഇല്ലൂ എന്ന് പറഞ്ഞപ്പോൾ സലാത്ത് എല്ലാം പോലും നമ്മുടെ നാവ് അനങ്ങുന്നില്ലേ, പിന്നെ നബിയോട് സ്നേഹം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നബി പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, സുന്നത്ത് നിസ്കരിക്കുന്നുള്ള അർത്ഥത്തിലാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞു. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമല്ല. പിൻപറ്റൽ മാത്രമാണ് സ്നേഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അള്ളാഹു നമുക്ക് നബിയെ പിൻപറ്റാൻ തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നമില്ല. റസൂലുള്ളാഹിനെ പിൻപറ്റൽ മാത്രമല്ല സ്നേഹം. ഓവൈസിനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇടയിൽ കയറി വന്നത് റളിയല്ലാഹു അൻഹു. ഹബീബായ പ്രവാചകരുടെ ദാത്തു ശരീഫേ, റസൂലുള്ളാഹിന്റെ പേഴ്സണാലിറ്റിയെ സ്നേഹിക്കാതെ സുന്നത്ത് കൂട്ടിയതുകൊണ്ടൊന്നും ഒരു വിജയവും കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയേ. പരമാവധിയൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ വലതു ഭാഗത്തൊക്കെ തുപ്പാൻ പാടില്ല എന്നുള്ള സുന്നത്താണ്. നമ്മളിന്ന് നേരം വെളുത്ത് എത്ര തവണ തുപ്പി? മുമ്പിലേക്ക് തുപ്പരുതെന്ന് സുന്നത്താണ്. എത്ര തവണ തുപ്പി? അപ്പോൾ പരമാവധിയൊക്കെ പിൻപറ്റ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലട്ടോ. ഒരാൾ നിസ്കരിക്കാതെ നടന്നിട്ട് പ്രവാചക സ്നേഹിയാണെന്ന് പറഞ്ഞതിൽ ഒരർത്ഥവും ഇല്ലട്ടോ. ശരീഅത്തില്ല, അതൊരു പ്രവാചക സ്നേഹം ഇല്ലട്ടോ. അങ്ങനെയാണെങ്കിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കാതെ നബിയെ തേടി വരേണ്ടതായിരുന്നു. ഓക്കെ. അപ്പോ എന്നാൽ സ്നേഹം ഉമ്മാനേക്കാൾ കൂടുതൽ ഉവൈസുൽ ഖർനി റസൂലുള്ളാഹിയോട് ആയിരുന്നു. അതാണ് ഉമ്മാനെ പരിചരിക്കുക എന്നുള്ള പ്രവാചകന്റെ സുന്നത്തിനെ നിർബന്ധപൂർവ്വം മുറുകി പിടിച്ചപ്പോഴും ഉമ്മാനേക്കാൾ സ്നേഹം റസൂലുള്ളാഹിയോടായിരുന്നു. ഹബീബിങ്ങളെ 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 അല്ലാഹുവിന്റെ റസൂൽ എന്ന വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് പലപ്പോഴും നമ്മുടെ അടുത്തുണ്ടാകാറില്ല. ബാക്കിയുള്ള കാര്യത്തിൽ നമ്മളെല്ലാ പരിപാടി ഉഷാറാണ്. ഒരാളെ സ്നേഹിച്ചാൽ അയാളുടെ മദ്ഹ് പറയൽ നമുക്ക് ഇഷ്ടമായി തോന്നും. ഇവിടെ നബിദിന ഘോഷയാത്ര നടക്കലുണ്ടോ? ഉണ്ടോ? അതിനും മറുപടി ഇല്ല. അതെന്തൊട്ട് ഇഷ്ടങ്ങൾ ഇങ്ങനെ? നബിദിന ഘോഷയാത്ര ഉണ്ടാവില്ലേ? അതിനും മറുപടി ഇല്ല. ഇല്ല. ഓക്കെ, വേണ്ട. ഇല്ലെങ്കിൽ വേണ്ട. ഇല്ല, ഇവിടെ ഉണ്ടായില്ലേ? അല്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ എന്ന് ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചതാ, കാര്യമില്ല. നിങ്ങൾ ബേജാറാകണ്ട. ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഞാൻ ഉണ്ടോയെന്ന് വെറുതെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ബാക്കിന്ന് മറുപടി വന്നു. അപ്പോൾ ഹബീബിങ്ങളെ, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ആ തിരു ശരീരത്തോടു കൂടി ഉണ്ടാകണം. അത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെക്കാൾ നബിയെ സ്നേഹിക്കാൻ അതുവരെ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഉപ്പാനേക്കാൾ നമ്മുടെ ഉമ്മാനേക്കാൾ നബിയോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ലേ? കാണുക എന്നുള്ളത് ഭയങ്കരമായ ഒരു താല്പര്യമായി കൊണ്ട് നടക്കില്ലയോ? ഒരോളത്തിലാമീൻ പറയും നമ്മളെ ഏതെങ്കിലും ഉസ്താദ്, പടച്ചോനെ റസൂലുള്ളാഹിനെ കാണാൻ തൗഫീക്ക് നൽകണേ എന്ന് പറഞ്ഞ ആമീൻ എന്ന് പറയും. അതൊരു ഓളത്തിലാണ്. അതോടെ തീർന്നു. അതൊരു ക്രൈസായി കൊണ്ട് നടന്നിട്ടുണ്ടോ? അത് ഇല്ലാതെ പോയത് ആരാണ് റസൂൽ എന്ന് അറിയാത്തതിൻ്റെ പേരിലാണ്. നമ്മൾ സാധാരണ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ നബിദിനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചു ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നബിയെ പഠിപ്പിക്കണം? അത് കൊല്ലത്തൊരു ടൗണിൽ ഒരു പരിപാടി വെക്കുകയാണ്. ധാരാളം ഹിന്ദുക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. മുഅ്മിനീങ്ങളോട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് നബിയെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നബി മനസ്സിലാക്കേണ്ടതില്ല. Philippic, the history of Arab, without a palace, without a bodyguard, without a standing army, without a fixed deposit. It is a Muhammad. Prophet Muhammad is the only wonderful man in world history. അങ്ങനെയൊക്കെ നബിയെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ നമുക്കെന്താണ്? അയാൾ മുസ്ലിമായോ? ഇല്ല. അയാൾ മുസ്ലിം ആകത്തിൽ നമുക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. നല്ല പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് അറബ്. വളരെ പ്രഖ്യാതമായ ഗ്രന്ഥമാണ്. അയാൾ മുസ്ലിം ആകാത്തിൽ നമുക്ക് യാതൊരു വിഷമം അദ്ദേഹത്തോടില്ല. പക്ഷെ ആകാതിരുന്നത് അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ അല്ല മനസ്സിലാക്കിയത്, ലോകത്ത് ജീവിച്ചു പോയ ഒരു നല്ല മനുഷ്യനെയാണ്. റിസാലത്തിനെയല്ല, മുഹമ്മദീയത്തിനെയല്ല, കേവലം ഒരു നല്ല മനുഷ്യൻ. ആ ഗാന്ധിജി നല്ല മനുഷ്യൻ തന്നെയല്ലേ? അല്ലേന്ന്? ഗാന്ധിജി നല്ല മനുഷ്യൻ, അതേമാതിരി ഒരു മനുഷ്യൻ. അങ്ങനെയാണ് നമ്മളും മനസ്സിലാക്കുന്നുള്ളൂ.
നമ്മൾ ഒരിക്കലും ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പറയുന്നില്ല, ഭൗതിക വ്യക്തിത്വം ഇങ്ങനെ പറയും. പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്ത് രത്നമോ. ശ്രീനാരായണഗുരു പറഞ്ഞതാ. എന്ന് വെച്ചാൽ ഗാന്ധിജി എപ്പോഴൊരു നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി എന്ന് മാത്രമാണ് അയാൾ മനസ്സിലാക്കിയത്, ശ്രീനാരായണ ഗുരു മനസ്സിലാക്കിയത്. അല്ലാതെ അള്ളാന്റെ റസൂലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ നാട്ടിലെ വള്ളത്തോൾ നാരായണ മോനാണ് പാംസു സ്നാനം എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുണ്ട്, മുസ്ലിമായിട്ടില്ല. എൻ്റെ നാട്ടുകാരിയാണ് മാധവിക്കുട്ടി എന്ന പേരിൽ പ്രശസ്തയായ, ആഗോള പ്രശസ്തയായ മലയാളത്തിന്റെ കഥാകാരി കമലാ സുറയ്യ. അവർ അള്ളാഹ് റസൂലിനെ മനസ്സിലാക്കിയ മുസ്ലിമായ ആളാ. നിങ്ങളുടെ കൊല്ലം ജില്ലയിൽ പന്മന രാമചന്ദ്രൻ നായർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എഴുതിയ കനിവിന്റെ ഉറവ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. എന്തിനായേവം മാഴ്വി നിൽപ്പോ നീ ഒരു കോണിൽ തോഴരത്തെന്ത നീ പെരുന്നാൾ കോശിക്കാത്തു. പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും കണ്ണീരണിയിക്കുന്ന ഒരു രംഗമാണ് പൽമന രാമചന്ദ്രൻ നായർ എഴുതിയ കനിവിന്റെ ഉറവ. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അതായത് പെരുന്നാളിന്റെ പുലരിയിൽ സ്വഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ ജനവാതിൽ തുറന്ന് മദീനയിലെ അങ്ങാടിയിലേക്ക് നോക്കിയപ്പോ ഇതുപോലെയുള്ള കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് താർത്തുല്ലസിച്ച് കളിക്കുകയാണ്. ഒരു കുട്ടി മാറിയിരുന്ന് കരയുകയാണ്. അപ്പൊ റസൂലുള്ള വാതിൽ തുറന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു. സ്വഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ മുഹമ്മദ് മുസ്തഫ, ഒരു ഹിന്ദുവായ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കാവ്യകാരൻ, അതുപോലും കവിതയാക്കി ആ കുട്ടിയുടെ അടുത്ത് പോയി മുത്തുനബി ചോദിക്കുകയാണ്, എന്തിനായേവം മാറി നിൽപ്പോ നീ ഒരു കോണിൽ, നീ എന്തിനാ ഒരു മൂലക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുന്നത്? തോഴരത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. എന്താ കുട്ടികളോടൊപ്പം നീ പെരുന്നാൾ അടിച്ചു പൊളിക്കാത്തത്? ഹായ്. അപ്പൊ കുട്ടി പറയാണ്, കവിയുടെ ഭാവന എങ്ങനെയാണ്? ഭാവന അല്ലാതെ ഹദീസിലുള്ള സംഭവം. പ്രവാചകരെ എതിർത്തൊരപ്പോരിലൻ പിതാവയ്യോ മരിച്ചു ഞാൻ ഇന്നനാഥനാണ്. എന്റെ വാപ്പ മരിച്ചുപോയി, എനിക്ക് വാപ്പല്ല, ഞാൻ യത്തീമാണ്, അനാഥനാണ്. ആരാണ് എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ? ആരാണ് എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ? പിന്നെ ഞാൻ എങ്ങനെ കളിക്കുക? അള്ളാന്റെ റസൂലിന്റെ കൽബ് പൊട്ടി. ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് മുഹമ്മദ് മുസ്തഫ. പെരുന്നാളിന് കാത്തു നിൽക്കുകയാണ്. സ്വഹാബത്ത് നിസ്കാരത്തിന് പടച്ചോനോട് ഇബാദത്ത് ചെയ്യാൻ കാത്തു നിൽക്കുന്ന അനുയായികളെ മാറ്റി നിർത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പുണ്യനബി. കരയുന്നവന്റെ കണ്ണുനീര് തുടച്ചിട്ട് റസൂലുള്ള പറയാണ്, മോനെ ബാപ്പയില്ലാത്തോനാന്ന് പറയല്ലടാ മുത്തേ, എനിക്ക് വാപ്പച്ചില്ല എന്ന് പറയല്ലേ, ഞാനാണ് നിന്റെ വാപ്പ, എന്നൊന്ന് വിളിക്കടാ, ബാപ്പാന്ന് വിളി, അബീന്നൊന്ന് വിളിക്കടാ. റസൂലുള്ളയും അങ്ങനത്തെ ദൈന്യതയിലൂടെ കടന്നുപോയ ആളല്ലേ. അബവായിന്റെ വിജനതയിൽ ആമിനയും മരിച്ചപ്പോ ഒറ്റപ്പെട്ട ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ഉക്കാല ചന്തയിലേക്ക് പണക്കാരുടെ മക്കള് ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോ കഅബയുടെ ഒരു മൂലയിൽ എന്റെ ഹബീബ് റസൂലുള്ളാഹ് 6 വയസ്സിൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് വിതുമ്പിയിട്ടുണ്ട്. ഹബീബെ, ആ വേദനയുടെ ഓർമ്മയിൽ മുത്തുനബി പറഞ്ഞു, അപ്പാ നിന്നെ വിളിക്ക്. ആ കുട്ടിയതാ സൂര്യപ്രഭ പോലെ തിളങ്ങുന്ന മുഖമുള്ള മുത്തുനബിയുടെ ചുണ്ടിലേക്ക് കണ്ണിലേക്ക് നോക്കി വിളിച്ചു, അബീ വാപ്പാ. ഹബീബിന്റെ കൽബങ്ങ് പൊട്ടി. മുത്തുനബി അവനെ വാരിയെടുത്ത് ചുംബിച്ചോ. ആമിന ആയിഷ ബീവിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയാടാത്, ഉമ്മാന്ന് വിളിക്കടാ, ഉമ്മാന്ന് വിളിച്ചു. വാതിലവൻ വലിച്ചു തുറന്നിട്ട് മദീനയിലെ അങ്ങാടിയിലേക്ക് ഓടിയിട്ട് അവിടെ കളിക്കുന്ന കുട്ടികളോട് വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് വാപ്പച്ചയുണ്ട്, എനിക്ക് വാപ്പുണ്ട്.
എന്റെ വാപ്പ മുഹമ്മദാ, എന്റെ വാപ്പ മുഹമ്മദാ, എന്റെ വാപ്പ മുഹമ്മദാ. നിങ്ങളുടെ ജില്ലക്കാരനായ കവി, ഹൈന്ദവനായ കവി അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മർത്യ സംസ്കാരത്തിനു മങ്ങലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളിൽ വീഴവേ അപ്പാവന പ്രവാചകന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു നമോവാകം. മനുഷ്യത്വം മരവിച്ച ഈ ലോകത്ത് ഇരുട്ടിലാണ്ടു പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഞാൻ ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ ആ പാദവിന്ദാരങ്ങളിൽ എൻ്റെ ശിരസ് നമിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഒരു ഹിന്ദു പറയാണ്, ഞാൻ അങ്ങയുടെ കാൽപാദം ചുംബിക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെ കവിത എഴുതിയ പത്മനാഭേന്ദ്രൻ നായർ മുസ്ലിമായില്ല. ആകാത്തതിൽ അദ്ദേഹത്തോട് ഒരു ദേഷ്യവും എനിക്കില്ല. ഞാൻ ഈ സംഭവമൊക്കെ പബ്ലിക് സ്പീച്ചിൽ പറയാറുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം കണ്ടത് അള്ളാന്റെ റസൂലിനെ അല്ല, മക്കയിലെ നല്ലൊരു മനുഷ്യനായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രമാണ്. നമ്മളും അങ്ങനെയാ കാണുന്നത്. ഒരു നല്ല നേതാവ് എന്നതിനപ്പുറം എന്റെ റസൂൽ എന്ന ഒരു അദമ്യമായ പ്രണയ പരവശത്തിൽ പെടഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും? ഇല്ല. എന്തുകൊണ്ടാണ്? ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പലപ്പോഴും പരാമർശിക്കാതെ പോയി. അനമിന്നൂരില്ല വകുല്ലു ശൈഇൻ മിൻ നൂരി, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്, എന്റെ പ്രകാശത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും മാമലകളും സമതലങ്ങളും മാറുകളും പുഴകളും ജലാശയങ്ങളും. മിന്നൂരി, എന്റെ വെളിച്ചത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.